Dear students, next topic closing the books of branch. ഈ ബ്രാഞ്ച് അക്കൗണ്ടിൽ അവർ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടുകളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് ലാസ്റ്റായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എല്ലാ ഐറ്റംസും ട്രയൽ ബാലൻസിലുള്ള എല്ലാ ഐറ്റംസും ഹെഡ് ഓഫീസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, സോ ഇതിൻ്റെ ജേണൽ എൻട്രീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് മെത്തേഡിൽ ട്രയൽ ബാലൻസിലുള്ള എല്ലാ ജേണൽ എൻട്രീസും ട്രാൻസ്ഫർ ചെയ്യുമ്പം അതിൽ ഡെബിറ്റ് സൈഡിലുള്ള ട്രയൽ ബാലൻസിൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണുന്ന ഡെബിറ്റ് സൈഡിലുള്ള എല്ലാ റവന്യൂ ഐറ്റംസും ഹെഡ് ഓഫീസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള എൻട്രി ഹെഡ് ഓഫീസ് അക്കൗണ്ട് അപ്റ്റർ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് ടു പർച്ചേസസ് ടു സെയിൽസ് റിട്ടേൺസ് ടു ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ് എക്സെട്ര. അതായത് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണുന്ന എല്ലാ ഐറ്റംസും നമുക്കറിയാം, ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ഇതെല്ലാം ഡെബിറ്റ് സൈഡിൽ കാണുന്ന ഐറ്റംസാണ്. അതുപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് എക്സ്പെൻസും എല്ലാം ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസാണ്. അതിനെയെല്ലാം ക്രെഡിറ്റ് ആക്കി മാറ്റുന്നു. അതായത് ക്ലോസ് ചെയ്യുമ്പം നേരെ ഓപ്പോസിറ്റ് എൻട്രി പാസ് ചെയ്യുന്നു. ഹെഡ് ഓഫീസ് അക്കൗണ്ട് അപ്റ്റർ ടു എല്ലാ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസിനെയും ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ എല്ലാ ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസും അതിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. അതായത് സെയിൽസ് അക്കൗണ്ട്, പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ട്, റിട്ടേൺസ് ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട്, ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട് അറ്റ് ടു ഹെഡ് ഓഫീസ്. ഓക്കെ, സിമ്പിളായിട്ടുള്ള എൻട്രീസ് പാസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ദെൻ ബ്രാഞ്ച് അസറ്റ്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് നമുക്കറിയാം, അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ആണ് എല്ലാ അസറ്റ്സ് അക്കൗണ്ടുകൾക്കും വരുന്നത്. അതിനെ ക്ലോസ് ചെയ്യുമ്പം അതിന് ക്രെഡിറ്റ് ആക്കുന്നു. അതായത് ഹെഡ് ഓഫീസ് അക്കൗണ്ട് അപ്റ്റർ ടു ഡെറ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ക്യാഷ് അറ്റ് ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക്, ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എക്സെട്ര. ദെൻ ബ്രാഞ്ച് ലയബിലിറ്റീസ് ക്ലോസ് ചെയ്യാനുള്ള എൻട്രി ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ഹെഡ് ഓഫീസ്, അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. Okay, so in order to close the items having debit balances, they must be credited and head office must be debited. അതുപോലെ തന്നെ in order to close the items having credit balances, they must be debited and head office account must be credited. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിലൂടെ നമുക്ക് അല്ലെങ്കിൽ എൻട്രീസിലൂടെ നമുക്കത് ക്ലോസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോവാം. A Mumbai head office has an independent branch at Ajmer. From the following particulars, give journal entries to close the book of Ajmer branch. Show also the Mumbai head office account in the branch books. ഇത് നമുക്ക് തന്നിട്ടുള്ളത് ട്രയൽ ബാലൻസ് ആണ്. ഈ ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും തന്നിട്ടുണ്ട്. നമ്മളോട് ക്ലോസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള എൻട്രി നോക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് 28,700. ഇത് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ്സ് മെയിൻറ്റെയിൻഡ് ഇൻ ദ ഹെഡ് ഓഫീസ് എന്തൊക്കെയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റെൻറ്റ് ഡ്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റെമിറ്റൻസ് ഓഫ് 8,000 മെയ്ഡ് ബൈ ബ്രാഞ്ച് ഓൺ 28th December. പക്ഷേ റിസീവ് ചെയ്തിട്ടുള്ളത് 4th January ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് 31st December ക്ലോസിങ്, അത് കഴിഞ്ഞിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഗുഡ്സ് ഇൻ അല്ല, ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. ഓക്കെ, സോ ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്ന അജ്മീർ ബ്രാഞ്ച് അക്കൗണ്ടിൽ ബ്രാഞ്ചിൻ്റെ ബുക്സിലുള്ള ജേണൽ എൻട്രീസ് ആണ്. ഓരോ ഐറ്റത്തിന് നമുക്ക് അഡീഷണൽ ഐറ്റം തന്നിട്ടുള്ളതിനൊക്കെ എൻട്രി പാസ് ചെയ്തിട്ടുണ്ട്. മീൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ആണ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ഹെഡ് ഓഫീസ് ഡിപ്രീസിയേഷൻ്റെ കേസിൽ ഈ ഫിക്സഡ് അസറ്റ് ഹെഡ് ഓഫീസിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹെഡ് ഓഫീസിൽ അസറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള ഡിപ്രീസിയേഷൻ്റെ എൻട്രി വരുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ഹെഡ് ഓഫീസ്. ദെൻ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ഹെഡ് ഓഫീസ്, റെൻറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ഔട്ട്സ്റ്റാൻഡിംഗ് റെൻറ്റ്. ദെൻ എല്ലാ ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസിനെയൊക്കെ എല്ലാം ഹെഡ് ഓഫീസിലേക്ക് മാറ്റുന്നു. ഹെഡ് ഓഫീസ് അക്കൗണ്ട് അപ്റ്റർ ടു എല്ലാ ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ്. എല്ലാ ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസ് ലൈക്ക് സെയിൽസ്, പർച്ചേസ് റിട്ടേൺസ്, ഡിസ്കൗണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക്, അതെല്ലാം ഡെബിറ്റ് ചെയ്യുന്നു ടു ഹെഡ് ഓഫീസ്. അതുപോലെ ഹെഡ് ഓഫീസ് അക്കൗണ്ട് അപ്റ്റർ ടു എല്ലാ അസറ്റ്സുകൾ, എല്ലാ ലയബിലിറ്റീസ് അക്കൗണ്ട് അപ്റ്റർ ടു ഹെഡ് ഓഫീസ്. ഓക്കെ, സോ ഹെഡ് ഓഫീസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. സോ ഇങ്ങനെയാണ് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലോസിംഗ് ബ്രാഞ്ച് അക്കൗണ്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ഇങ്ങനെയാണ് വരിക. ഓക്കെ, സോ ഇതിൽ മനസ്സിലാക്കേണ്ട ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഒരു ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഡെബിറ്റ് ബാലൻസുകളും ദാറ്റ് ബിക്കം ക്രെഡിറ്റ് ബാലൻസ്, അതുപോലെ ക്രെഡിറ്റ് ബാലൻസുകളെല്ലാം ഡെബിറ്റ് ബാലൻസ് ആയിട്ട് മാറുന്നു. ഓക്കെ,
ദെൻ ക്ലോസിങ് ദ ബുക്ക് ഓഫ് ബ്രാഞ്ച് സെക്കൻഡ് മെത്തേഡ്, 2 മെത്തേഡാണുള്ളത്. അതിൽ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്ഫർ നെറ്റ് പ്രോഫിറ്റ് ഓൺലി, ലാസ്റ്റത്തെ പ്രോഫിറ്റ്, അതായത് അബ്രിഡ്ജ്ഡ് മെത്തേഡിൽ ഇൻകോർപ്പറേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ അതിൽ നോക്കാം, ഇൻ ദിസ് മെത്തേഡ് ബ്രാഞ്ച് പ്രിപ്പയേഴ്സ് ഇറ്റ്സ് ഓൺ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ട്രാൻസ്ഫേഴ്സ് ഓൺലി ദ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഇൻസ്റ്റെഡ് ഓഫ് ഓൾ ഐറ്റംസ്. സോ അതിൽ ഉള്ള ജേണൽ എൻട്രീസ് വളരെ കുറച്ചേ ഉണ്ടായിരിക്കുള്ളൂ. എൻട്രീസ് ഇതൊക്കെയാണ്: പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റഡ് ടു ഹെഡ് ഓഫീസ്, നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ, പിന്നെ അസറ്റും ലൈബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്യാൻ സാധാരണ പോലെ. ഹെഡ് ഓഫീസ് അക്കൗണ്ട് അപ്റ്റഡ് ടു അസറ്റ്സ്, ലൈബിലിറ്റി അക്കൗണ്ട് അപ്റ്റഡ് ടു ഹെഡ് ഓഫീസ്. ഇതേ പ്രോബ്ലം, സെയിം പ്രോബ്ലം തന്നെ നമ്മൾ മറ്റേ മെത്തേഡിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഹെഡ് ഓഫീസിൽ ജസ്റ്റ് ഒരു എൻട്രി മാത്രമേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുണ്ടാവുള്ളൂ. അതുപോലെ അസറ്റും ലൈബിലിറ്റീസുമായി ബന്ധപ്പെട്ടുള്ള എൻട്രീസ് ഉണ്ടാകും. പിന്നെ ക്യാഷ് ഇൻ ട്രാൻസിറ്റ്, ഡിപ്രീസിയേഷൻ, അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ഉണ്ടാകും. അത്രേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഓരോ എക്സ്പെൻസസും ഓരോ ഇൻകത്തിൻ്റെയും സെപ്പറേറ്റ് എൻട്രീസ് ഉണ്ടാവില്ല. ഓക്കെ, സോ ഇത്രയാണ് ഈ ക്ലോസിങ് ദ ബുക്സ് ഓഫ് ബ്രാഞ്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാനുള്ളത്.